കേരളത്തിൽ പെന്തക്കോസ്ത് സഭകളുടെ പ്രായം കേവലം 1 നൂറ്റാണ്ടാണ്. ആളുകൾ അതുകൊണ്ട് ഞങ്ങളുടെ സഹ യാത്രികരായ ഇതര സഭകൾ പറയാറുണ്ട്, നിങ്ങളൊരു 100 കൊല്ലമല്ലായിരുന്നു, ഞങ്ങൾക്ക് 2000 വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ലോകത്തെവിടെയുമുള്ള ഒരു പ്രസ്ഥാനത്തിനും കൃത്യമായി 2000 വർഷത്തിൻ്റെ പഴക്കമുണ്ടോ എന്ന വാദം മുഖവിലേക്കെടുത്താൽ അത്തരം ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദിമസഭ എവിടെയാണ് രൂപപ്പെട്ടത്? തീർച്ചയായിട്ടും യെരുസലേമിലാണ്. നമ്മുടെ ധാരണയനുസരിച്ച് യെരുസലേമിലെ സെഹിയോൻ മാളിക മുറിയിൽ രൂപപ്പെട്ട പ്രാർത്ഥന കുടിവരവിന്റെ ഉള്ളിൽ ആത്മനിറവിൻ ചൈതന്യം രൂപപ്പെട്ടിട്ട് അന്യഭാഷാ ഭാഷണം തുറന്നുള്ള അനവധിയായ അടയാളങ്ങൾ, അത്ഭുത പ്രവൃത്തികളിൽ ഒരു വലിയ ജനാവലി യേശുക്രിസ്തുവിന്റെ അനുഗാമികളായി സുശക്തമായ ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2 സഭ ആവിർഭവിക്കുന്നത്. അതെല്ലാം ക്രൈസ്തവരും അംഗീകരിക്കും. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം സഭാ നടപടിക്രമങ്ങളുടെ ആരംഭമാണെങ്കിൽ, ചരിത്രമാണെങ്കിൽ, അവിടെ പറയുന്ന കാര്യങ്ങളാണ് സഭയിൽ നടന്നതെങ്കിൽ, അതെല്ലാവരും അംഗീകരിക്കുന്നെങ്കിൽ, ഈ പുസ്തകം തുറന്നു വെച്ച് വായിച്ചിട്ട് നിങ്ങൾ ഇന്ന് ലോകത്തുള്ള ഏതെങ്കിലും ഒരു സഭയിലേക്ക് നോക്കി അന്ന് കണ്ട സഭയുടെ ലക്ഷണങ്ങൾ, രീതികൾ, ശൈലികൾ അത് കൃത്യം അവലംബിക്കുകയോ അവലംബിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വേർപെട്ട ദൈവമക്കൾ മാത്രം. പൗരാണികതയാർക്ക്? സ്ത്രീഹന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാർക്ക്? സ്ത്രീകന്മാർ പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുന്നതാര്? സ്ത്രീകന്മാർ ഉദ്ധരിച്ച വചനങ്ങളുടെ വഴിത്താര വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നും വചനമാണ് സുപ്രധാനമെന്നും ആ സ്ലീഹ പാരമ്പര്യത്തിന്റെ കൃത്യതയാർന്ന നിറവിൽ 2000 ആണ്ടായി അതിന്റെ മഹിമ നശിക്കരുത് എന്ന് പ്രസംഗിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഉലകത്തിൽ ഇന്നും നിലനിൽക്കുന്ന മഹത്തര മാർഗമാണ് പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശം. ആ ഉപദേശത്തിൽ അധിഷ്ഠിതമായ സുവിശേഷം ഞങ്ങൾ ഈ രാത്രിയും പ്രഖ്യാപിക്കുമ്പോൾ 100 കൊല്ലത്തെ പഴക്കത്തെ അങ്ങനെ നിങ്ങൾ കാണരുത്. കാരണം ഈ പെന്തക്കോസ്ത് സഭ രൂപപ്പെടുന്നതും ആഗോള സഭയ്ക്കകത്ത് നിന്നാണ്, പുറത്തുനിന്ന് വന്ന സാധനമല്ല. ആഗോള സഭയ്ക്കകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബൈബിളിൽ ഇല്ലാത്ത, ബൈബിൾ കൊണ്ട് തെളിയിക്കാനാവാത്ത, സ്ലീഹന്മാരുടെ പഠനങ്ങളിൽ കാണാത്ത, ദൈവ നിയോഗത്തിൽ ഇല്ലാത്ത 100 കണക്കിന് ആശയങ്ങളുടെ മഹാപ്രളയമായി ക്രൈസ്തവ സഭ മലിനപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഒരു വിധത്തിലും തിരുവെടുത്തുകൊണ്ട് തെളിയിക്കാത്ത, യേശുക്രിസ്തു പഠിപ്പിക്കാത്ത, സ്ലീഹന്മാരാരും ബോധ്യപ്പെടുത്താത്ത കാര്യകാരണങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താനാവാത്ത സമസ്യയായി ക്രൈസ്തവ സഭ എന്ന് പേരുള്ള പ്രസ്ഥാനങ്ങൾ അധപ്പതിച്ചപ്പോൾ അക്രൈസ്തവമായ സിംബലുകൾ, പ്രതീകങ്ങൾ, രീതികൾ, പ്രതിമകൾ, ചിത്രങ്ങൾ, ആശയങ്ങൾ ഇതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തപ്പോൾ അതിനെതിരെ അതല്ല ശരിവഴി എന്ന് ചിന്തിച്ചുകൊണ്ട് വചനത്തിന്റെ പൂർവികതയിലേക്ക് നടന്നു കയറിയ മനുഷ്യരുടെ ചരിത്രമാണ് പെന്തക്കോസ്ത് സഭകളുടെ രൂപവൽക്കരണത്തിന്റെ കാരണം. അതിനുകൊണ്ട് ഇതിനെ നവോത്ഥാനമെന്നോ നവീകരണമെന്നോ